നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ എല്ലാ ആളുകൾക്കും പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി പണം ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇന്നലെ പണം ലഭിച്ച ആളുകൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി പെൻഷനുകൾ എന്നാണ് ലഭിക്കുക? സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മാസം 2000 രൂപ ലഭിക്കുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പണം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇതിൻ്റെ വിതരണം പൂർത്തിയായിട്ടുണ്ട്. ആദ്യം SBI അക്കൗണ്ടിലുള്ള ആളുകൾക്കാണ് പണം എത്തിയത്. പിന്നീട് എല്ലാ ബാങ്കുകൾക്കുള്ള ആളുകൾക്കും പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും 2000 രൂപ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം 1800, 1600 എന്നിങ്ങനെ പല രൂപത്തിലുമാണ് പണം എത്തിയിട്ടുള്ളത്. കേന്ദ്രത്തിലുള്ള വിഹിതം ഇന്നത്തോടു കൂടി തന്നെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തോടു കൂടി തന്നെ വിതരണം പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ പെൻഷൻ ലഭിച്ച ആളുകൾ എസ് എന്നും ഇല്ലാത്ത ആളുകളിൽ നിന്നും കമൻറ്റ് ചെയ്യുക. അത് മറ്റു കൂട്ടുകാരിലേക്ക് ഒരു ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ ഇന്നലെ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമ്മൾ അക്ഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പെൻഷൻ വാങ്ങുന്ന 10% ആളുകളും പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതാണ്. 30 രൂപ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. അതില്ലെങ്കിൽ അവർ നടത്തുന്ന ക്യാമ്പുകൾ വഴിയും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത്. ഇത് ചെയ്യാത്ത പക്ഷം പിന്നീട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. പെൻഷൻ വാങ്ങുന്ന വ്യക്തിയും അവരുടെ ആധാർ കാർഡും മാത്രം മതി. ഇതിന് മറ്റു രേഖകളുടെയും ഒന്നിൻ്റെയും ആവശ്യമില്ല. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. ഇങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുടെയും പെൻഷൻ തുടർന്ന് മുടങ്ങുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയോ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനായി സർക്കാർ ഒരു പെൻഷൻ പോർട്ടൽ വഴി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പോർട്ടലിൽ നിങ്ങളുടെ ആധാർ നമ്പർ, അതല്ലെങ്കിൽ പെൻഷൻ ID, അതുമല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇതിലേതെങ്കിലും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. അടുത്ത മാസം എന്നാണ് പെൻഷൻ ലഭിക്കുക, ഇപ്പോൾ ലഭിച്ച പെൻഷൻ ഏത് മാസത്തേതാണ്, അതുപോലെ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ, വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമുണ്ടോ, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതിൻ്റെ സത്യങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് ക്ഷേമനിധി പെൻഷനുകളുണ്ട്. അവയുടെ എല്ലാം വിതരണം വരും മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇന്നലെ കുറഞ്ഞ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇന്നലെ പണം എത്തിയിട്ടുണ്ട്. പ്രവാസി ക്ഷേമനിധി, അതുപോലെ തന്നെ തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൻ്റെ പെൻഷൻ എന്നിങ്ങനെ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളോളമായി. അവർക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിന് ലഭിച്ചിരുന്നില്ല. പക്ഷേ അത് ലഭിക്കുമെന്ന് തോന്നുന്നുമില്ല. കാരണം അത് സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായി അത് തുടരുമെന്ന് അറിയിച്ചിട്ടില്ല. സർക്കാരിലെ കണക്കെടുപ്പും മറ്റു കാര്യങ്ങൾ നടക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും അതിൻ്റെ വിതരണം ഉണ്ടായിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലാം കമൻറ്റ് ചോദിക്കാറുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് ചാനൽ ഫോളോ ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും ഞങ്ങൾക്ക് ഇവിടെ